നമസ്കാരം. അങ്ങനെ ആ ചടങ്ങ് തീർന്നു. ഇന്ത്യ പരാജയപ്പെട്ടു. ഇന്ത്യയെ ഇന്ന് പരാജയപ്പെട്ടതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും അമർഷവും തോന്നിയത് ഗംഭീറിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ്. അതായത് നമ്മളൊരു പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പരാജയം ഉൾക്കൊള്ളുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഗംഭീറിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെഴുകുന്ന പോലെയാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മെഴുകുന്ന പോലെയാണ് തോന്നിയത് കിടന്ന്. അതായത് സ്വന്തം തെറ്റുകളോ അല്ലെങ്കിൽ ടീമിന് സംഭവിച്ച തെറ്റുകളോ ഉൾക്കൊണ്ടിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക നന്നായി കളിച്ചു എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി വരുത്തേണ്ട റെക്ടിഫിക്കേഷൻസ്, തിരുത്തലുകളെ കുറിച്ച് സംസാരിക്കാതെ ഞാൻ ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട്, ഞാൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പല രീതിയിൽ കിടന്ന് മെഴുകുന്ന, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഗംഭീറിനെയാണ് കണ്ടത്. നമുക്കെന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്താണ് ഈ ടെസ്റ്റിൽ സംഭവിച്ചതെന്നുള്ളത് നോക്കാം. സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്തു, 489 റൺസ് അടിച്ചു. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് 201 ഓൾ ഔട്ടായി. രണ്ടാമത് സൗത്ത് ആഫ്രിക്ക 260 റൺസ് അടിച്ചു, 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡിക്ലെയർ ചെയ്തു. ഇന്ത്യക്ക് നാലാം ഇന്നിങ്സിൽ 140 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. കുറച്ചെങ്കിലുമൊക്കെ റെസിസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു അഭിമാനിക്കാമായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷ ഒരു വൈകുന്നേരം അടുപ്പിച്ചൊക്കെ കളി എത്തുമെന്ന് പ്രതീക്ഷയെങ്കിലും അതിനുപോലും നിൽക്കാതെ ഇന്ത്യ ദയനീയമായിട്ട് ഓൾ ഔട്ട് ആയത് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ടീമിൻ്റെ. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വന്നിരുന്ന് ന്യായീകരിക്കാനും മെഴുകാനും ഗംഭീറിനെ കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. കുറച്ചെങ്കിലും ഒരു സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെ ആ രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ട് വിലയിരുത്തുന്ന ഒരു കോച്ചോ അല്ലെങ്കിൽ മറ്റാരായാലും അവർ തീർച്ചയായിട്ടും ഒരു സ്വയം വിമർശനമായിരിക്കും ഈ ഒരു അവസരത്തിൽ നടത്തുന്നത്. അല്ലാതെ കാരണങ്ങൾ, അതായത് ഇതിനെ ന്യായീകരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരിക്കത്തില്ല. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സൂപ്പർബായിട്ട് കളിച്ചു. അവരുടെ പ്ലാൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ പ്ലാൻസ് ഉണ്ടായിരുന്നു. അവരത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവരുടെ പ്ലെയേഴ്സിന് അതിനുള്ള ക്ഷമയും ആ ഒരു സാഹചര്യത്തെ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യത്തിനെ മനസ്സിലാക്കി കണ്ടീഷൻസിനെ പഠിച്ച് അതിനനുസരിച്ച് ക്വിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ബോളേഴ്സിനും അവരുടെ ബാറ്റ്സ്മാൻമാർക്കും കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ത്യ ഇന്ന് ബാറ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ ഈ നാലാമത്തെ ഇന്നിങ്സ് ആയിട്ട് പോലും ഇന്ത്യക്ക് ഒരു ക്ലൂലെസ് ആയിട്ടാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത്. അത്യാവശ്യം ജഡേജയും എനിക്കൊന്ന് വാഷിംഗ്ടൺ സുന്ദർ പെട്ടെന്ന് ഔട്ടായെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഇന്നിങ്സിൽ വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും മാത്രമാണ് ഈ കണ്ടീഷൻസിനനുസരിച്ച് ബാറ്റ് ചെയ്തത്. അതായത് സ്വീപ്പ് ഷോട്ടിനെയും റിവേഴ്സ് സ്വീപ്പിനെയൊക്കെ യൂസ് ചെയ്ത് ബാറ്റ് ചെയ്തത്. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ റീച്ചിലേക്ക് വന്ന് ബോളിനെ കളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ക്രീസിൻ്റെ റൂമിനെ ബാക്കിലേക്ക് പോയിട്ട് ബാക്ക് ഫുട്ടിൽ കളിക്കുകയോ ഇല്ല ബോളേഴ്സിൻ്റെ ഒരു മെൻ്റലി അവരുടെ പ്ലാൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീപ്പിനെയും റിവേഴ്സ് സ്വീപ്പിനെയും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനുണ്ട്. സ്റ്റെപ്പ് ഔട്ട് ചെയ്തും പലപ്പോഴും കളിക്കുന്നതായിട്ട് കാണാം. ഫുട് വർക്ക് ഇത്ര ടേൺ ചെയ്യുന്ന ഒരു പിച്ചിൽ പ്രത്യേകിച്ചും ലാസ്റ്റ് ഇന്നിങ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഫുട് വർക്കും അതുപോലെ തന്നെ ആ സ്വീപ്പിൻ്റെയും റിവേഴ്സ് സ്വീപ്പിൻ്റെയും യൂസേജും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടെസ്റ്റിൽ കാണാനായിട്ട് സാധിച്ചു. അതായത് ബോളേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു പ്ലാൻസ് ബോളേഴ്സോ എതിർട്ടുമ്പോൾ മെനഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ ഉള്ള ഫീൽഡ് സെറ്റിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ ഈ സ്വീപ്പിനും റിവേഴ്സ് സ്വീപ്പിനും ഉള്ള ഇതുണ്ട്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പിന്നെ ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അതിനെ എഫിഷ്യൻ്റായിട്ട് ഈ ഒരു പിച്ചിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പരാജയം തന്നെയാണ്. അത് എന്തുകൊണ്ട് ഇത്രയും അനലിറ്റിക്സും ഇത്രയും കോച്ചുമാരും സപ്പോർട്ട് സ്റ്റാഫും ഉള്ള ഒരു ടീം എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ കളിക്കുന്ന കണ്ടിട്ടെങ്കിലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇന്ത്യക്ക് പറ്റിയില്ല എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഒരു തരത്തിലുള്ള ന്യായവും ഈ പരാജയത്തിനില്ല. ന്യൂസിലൻഡുമായിട്ടുള്ള തോറ്റതിലൊക്കെ പറയാം, ന്യൂസിലൻഡിൽ കളിച്ചപ്പോൾ വേറെ ടീമായിരുന്നു, ഇപ്പോൾ വേറെ ടീമാണ്, ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ട്രാൻസിഷൻ പീരീഡ് ഒന്നുമില്ല. ട്രാൻസിഷൻ പീരീഡ് എങ്ങനെയാവുന്നത്? ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്വയമേ സംഭവിക്കുമ്പോഴാണ്. ഇത് ഫോഴ്സ്ഡ് ആണ്. ഇന്ത്യയിലെ ഇപ്പോഴും ഷമി ഇന്ത്യൻ ടീമിൽ കളിക്കാതെ പുറത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ അവസരം കാത്ത് ഇരിക്കുന്ന ഒരു ബോളറാണ് ഷമി. അപ്പോൾ അതെങ്ങനെയാണ് ട്രാൻസിഷൻ ആവുന്നത്? എല്ലായിടത്തെയും നമുക്കെല്ലാം തകഞ്ഞു പോയി, നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇനിയെന്നുള്ള രീതിയിൽ ഒരുമാതിരി ഫോഴ്സ് ചെയ്തിട്ട് തന്നെയാണ്, നിർബന്ധിക്കുന്ന രീതിയിൽ തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത്. രോഹിത് ശർമ്മ വിരമിച്ചാൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. രോഹിത് ശർമ്മയ്ക്ക് ഒരു പരിധി വരെ രോഹിത് ശർമ്മ വിരമിക്കുന്നതിന് തെറ്റില്ല. അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒന്നും വിരമിക്കേണ്ട സമയമായിട്ടില്ല, ഷമി കാത്തിരിക്കുന്നു, അങ്ങനെ ഒരുപാട് പേര്. അശ്വിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിഷൻ സംഭവിക്കേണ്ട എങ്ങനെയാണ്? ഒരു പൊസിഷനിലേക്ക് വേറൊരു പ്രോപ്പർ കളിക്കാരനെ കണ്ടെത്തിക്കൊണ്ട് മറ്റ് പൊസിഷനിൽ സീനിയർ പ്ലേയേഴ്സിനെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ട്രാൻസിഷൻ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഒന്നും ആവശ്യം എനിക്കില്ല, ഇനി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കോച്ച് ഗംഭീർ, ഇനി ഞാനെല്ലാം നോക്കിക്കോളാം, ഇവിടെ സ്റ്റാർ കൾച്ചറൊന്നും വേണ്ട, ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറും വേണ്ട, ഞാനൊരു സൂപ്പർ സ്റ്റാർ മാത്രം മതി, നിങ്ങളെല്ലാം പൊക്കോ, എല്ലാവരെയും ഒഴിവാക്കിയിട്ട് പുതിയൊരു സ്വന്തം പറയുന്നത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഗംഭീർ
പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരു ക്യാപ്റ്റനെയും ഒരു വൈസ് ക്യാപ്റ്റനെയും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പിള്ളേരെയും കൂടെ എടുത്ത് പറക്കി കൂട്ടിയിട്ട് ഇപ്പം മലമറിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ഗംഭീറിന് കിട്ടിയ നല്ല തിരിച്ചടി തന്നെയാണിത്. അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇന്നിങ്സിലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു. വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോഴും 8ാമതോ 9ാമതൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇത്രയും ടീം ഷഫിൽ ചെയ്ത് ഇത്രയും കോലാഹലങ്ങൾ ഈ ടീമിൽ ഉണ്ടാക്കി ഒരു ടെസ്റ്റ് ടീം ഒരിക്കലും ഇങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന് ഒരു വാതോരാതെ ഇന്ത്യയിലെ എക്സ്പേർട്ട് അനിൽ കുംബ്ലെ അടക്കം പല ഷോൺ ബുള്ളോക്ക്, സൗത്ത് ആഫ്രിക്കയുടെ ഗ്രേറ്റ്സ്, ഇന്ത്യയുടെ പഴയ പ്ലേയേഴ്സ് എല്ലാവരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലല്ല ടെസ്റ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത്, ഇങ്ങനെയല്ല ഒരു ടെസ്റ്റ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജനറേഷണലായിട്ടാണ് ടാലൻസിനെ കണ്ടെത്തി ഒരു ടെസ്റ്റ് ടീമിനെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടുവരുന്നത്. അതിനെ അങ്ങ് പൊളിച്ച് ഇപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ കുറേ ഐഡിയാസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ട് ഇപ്പം മറിച്ച് കളയാന്നുള്ള രീതിയിൽ വന്നിട്ട് എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് നമ്പർ 3 മാറ്റുന്നു. വാഷിംഗ്ടൺ സുന്ദറിന് ഒരു കളി ഇറക്കുന്നു, അല്ലെങ്കിൽ സായ് സുദർശൻ ഒരു കളി ഇറക്കുന്നു. എനിക്ക് വാഷിംഗ്ടൺ സുന്ദറിനും ഇഷ്ടമാണ്, സായ് സുദർശനും. ഏതെങ്കിലും ഒരാളെ കളിപ്പിക്കും, ഏതെങ്കിലും ഒരാളെ നമ്പർ 3 കളിപ്പിച്ചിട്ട് അവിടെ സ്ഥിരമായിട്ട് അയാൾക്ക് ഒരു ലോങ് റൺ കൊടുക്കും. ഈ പറയുന്ന കരുൺ നായർ പോലും ഒരു പ്രായമായെങ്കിൽ പോലും കരുൺ നായറിനെ ഒരു ലോങ് റണ്ണൊന്നും കൊടുത്തില്ല. ഒരു സീരീസിൻ്റെ പകുതി വെച്ച് കരുൺ നായറിനെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ നമ്പർ 3 പൊസിഷൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ. അതുപോലെ തന്നെയാണ് ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യം. ഇന്ത്യ എത്ര ഓൾറൗണ്ടേഴ്സിനെ കളിപ്പിക്കണം? സ്പെഷ്യലിസ്റ്റ് സർഫറാസ് ഖാനെ പോലെ സ്പെഷ്യലിസ്റ്റ് നമ്പർ 6 കളിക്കാൻ പറ്റുന്നൊരു ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ല് പോയപ്പോൾ ആ സ്ഥാനത്തെങ്കിലും കളിക്കാൻ പറ്റുന്ന സർഫറാസ് ഖാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കരുൺ നായർ, ഇങ്ങനെയുള്ള ബാറ്റ്സ്മാൻ പോട്ടെ. ഡൊമസ്റ്റിക്കിൽ ഇത്രയും നാളായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന അഭിമന്യു ഈശ്വർ. അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ പറയുന്നുണ്ട് അഭിമന്യു ഈശ്വർ ഈ കഴിഞ്ഞ സീരീസിൽ കളിച്ചില്ല, സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള സീരീസിൽ പരാജയമായിരുന്നു. ആയിട്ടുള്ള സീരീസിലല്ലേ പരാജയമായിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് റൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊമസ്റ്റിക്കിൽ, എത്ര വർഷമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സീരീസ് പരാജയപ്പെട്ട ഉടനെ അത് ഇതായിപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് റൺ അടിക്കുന്നുകൊണ്ടിരിക്കുന്നവർ മെല്ലെ മണ്ടന്മാരല്ലേ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഡൊമസ്റ്റിക്കിൽ എവിടെ നിന്നാണ് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പ്ലെയേഴ്സിനെ എടുക്കുന്നത്? IPL നിന്നാണ്. IPL സായ് സുദർശൻ എങ്ങനെയാണ്? സായ് സുദർശനെക്കാട്ടിലും മികച്ച ഡൊമസ്റ്റിക് റെക്കോർഡുള്ള പ്ലെയേഴ്സ് ഇരിക്കുമ്പോൾ തന്നെ സായ് സുദർശൻ എങ്ങനെയാണ് IPL ലൈം ലൈറ്റിലുണ്ട്? ഇതേ സ്റ്റാർ കൾച്ചർ അല്ലെങ്കിൽ ഈ ലൈം ലൈറ്റും കാര്യങ്ങളൊക്കെ എതിർത്ത് പറഞ്ഞിരുന്ന ഗംഭീർ തന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാണ്. നീ എനിക്ക് വാ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് ആ പ്ലെയറിനെ വേണം, എനിക്ക് അയാളെ വേണം, ഇയാളെ വേണം. ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് എടുത്ത് നോക്കിയോ, ഗംഭീറിന് വേണ്ട എനിക്ക് ഗംഭീർ പിക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് കോച്ചിങ് സ്റ്റാഫായിട്ട്, അസിസ്റ്റൻറ്റ് കോച്ചായിട്ട്, അല്ലെങ്കിൽ ബോളിംഗ് കോച്ചായിട്ട് ഒക്കെ നിയമിച്ച്, ബാറ്റിംഗ് കോച്ചായിട്ടൊക്കെ ഗംഭീർ എനിക്ക് അയാളെ വേണം, ഇങ്ങനെ ചൂസ് ചെയ്യണം. ഇങ്ങനെ ചൂസ് ചെയ്ത് ഗംഭീർ പറക്കി എടുക്കുന്ന പോലെ തന്നെ ടീമിലെ പ്ലെയേഴ്സിനെ എടുക്കാൻ നിന്നാലും പറ്റത്തില്ല. ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ചുമ്മാതെ പറയുന്നതല്ല. ഏതൊരു ക്രിക്കറ്റ്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക നിങ്ങൾ നോക്കിയോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ തന്നെ എക്സാമ്പിളായിട്ട് നോക്കിയോ, അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിലൂടെ ഒരു വലിയ സിസ്റ്റം, ഇതുപോലെ BCCI അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്തെ ക്രിക്കറ്റ് സിസ്റ്റം നിലനിൽക്കുന്ന ആ പ്രോസസ്സിലൂടെയാണ്. അതൊരു ദിവസം വന്നിട്ട് ഗംഭീർ എന്ന് പറയുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ അജിത് കാർക്കർ എന്ന് പറയുന്ന ഒരാൾക്കോ ബ്രേക്ക് ചെയ്ത് കളയാൻ പറ്റുന്നതല്ല ആ പ്രോസസ്സ്. ഇങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. കറക്റ്റ് ആ പ്രോസസ്സിലൂടെ ആ ഓരോ സ്ലോട്ടിലും വേണ്ട പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ടുള്ള മെറിറ്റിൽ സെലക്ഷൻ കൊടുക്കുക, അതിനനുസരിച്ച് ടീം ഇടുക, കോമ്പിനേഷൻസിൽ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക. വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് വിജയിച്ചു വന്ന കുറേ കോമ്പിനേഷൻസ് ഉണ്ട്, കുറേ ബേസിക്സ് ഉണ്ട് ക്രിക്കറ്റിൻ്റെ. അതിനെയൊന്നും പൊളിച്ചെഴുതാൻ ഇവർക്ക് പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും മെഴുകിയിട്ട് കാര്യമില്ല. തെറ്റ് അംഗീകരിച്ച് ഇതിൽ നിന്ന് തിരുത്താനെങ്കിലും ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ സത്യം പറഞ്ഞാൽ ഗംഭീർ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു റെഡ് ബോൾ ക്രിക്കറ്റിൻ്റെ കോച്ചായിട്ട് തുടരാൻ ഗംഭീറിന് ഇപ്പോൾ അർഹതയില്ലാത്ത ഒരു സ്ഥിതി തന്നെയാണ്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അവർ പ്ലാനുമായിട്ട് വന്ന് അവർ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അവരുടെ സൈമൺ ഹാർമർ സൂപ്പറായിട്ട് ബോൾ ചെയ്തു, 2 ഇന്നിങ്സിലും സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഈ ഒരു ടെസ്റ്റിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ സെന്നുരൻ മുത്തുസ്വാമിയും അതുപോലെ തന്നെ ടോണി ഡിസോസയും കൂടെ ഉണ്ടാക്കിയ ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ ചെയ്ത ആ പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ അടിത്തറ ഉണ്ടായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ കളി കൈവിട്ടതില്ല, സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ മാർക്കോ യാൻസൻ്റെ ബാറ്റിങ് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ബോളിങ്ങിലും കോൺട്രിബ്യൂഷൻ സൂപ്പർ ബോളിംഗ് ആയിരുന്നു മാർക്കോ യാൻസൺ. അങ്ങനെ മൊത്തത്തിൽ സൗത്ത് ആഫ്രിക്ക അവരുടെ പ്ലാൻസിലും അതുപോലെ തന്നെ അവരുടെ ബേസിക്സിലും സ്റ്റിക്ക് ചെയ്തു. ഇന്ത്യക്ക് അങ്ങനെയുള്ള പ്ലാൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക്സിലോ ഒന്നും സ്റ്റിക്ക് ചെയ്യാതെ ഇന്ത്യ എന്താ പറയുക, എല്ലാം തികഞ്ഞവരെ പോലെയുള്ളൊരു സീരീസിലെ അപ്രോച്ച് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗംഭീർ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് നേരെ ഓസ്ട്രേലിയ പോയി അവിടെ നേരെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം എന്താ, ഇവിടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്. ഈ എല്ലാ ഫോർമാറ്റിലും ഒരേ പ്ലെയേഴ്സ് കളിക്കണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? ടെസ്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഓസ്ട്രേലിയ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തെ ഇവിടെ സർഫറാസ് ഖാൻ, മുഹമ്മദ് ഷമിയൊക്കെ റെഡിയായി ഇവിടെ വേണമെങ്കിൽ ഇരിക്കുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അഭിമന്യു ഈശ്വർ, അങ്ങനെ എത്രയോ പ്ലെയേഴ്സ് ഉണ്ട്. ദേവദത്ത് പടിക്കൽ, അങ്ങനെ റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ടല്ലോ. ഈ അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, 3 സ്പിന്നിങ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. ഇവരെ റൊട്ടേറ്റ് ചെയ്യാമല്ലോ ഫോർമാറ്റ് അനുസരിച്ച്.
പക്ഷേ ഇവരെ എല്ലാം കുറച്ച് പ്ലേയേഴ്സിനെ എല്ലാ ഫോർമാറ്റിലും ഞങ്ങൾ ഇവരെ തന്നെ കളിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഓടിപ്പിടിച്ച് വന്നപ്പോഴാണ് ഈ കളി തോറ്റെന്നുള്ളതൊന്നും ഒരു എക്സ്ക്യൂസൊന്നും അല്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ലാക്ക് ഓഫ് പ്ലാൻ ആൻഡ് എക്സിക്യൂഷൻ തന്നെയാണ് നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ ലിവിങ് ഇൻ ഫ്യൂച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യ പ്ലേയേഴ്സിനെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലേയേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ എടുക്കാതെ, ഇപ്പോൾ നന്നായിട്ട് ഇന്ത്യക്ക് റിസൾട്ട് കൊടുക്കുന്ന പ്ലേയേഴ്സിനെ എടുക്കാതെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലേയേഴ്സിനെ തയ്യാറായിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഗംഭീർ തിളപ്പിക്കുകയാണ്. ഹർഷിത് റാണ, ധ്രുവ് ജുറേൽ, അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ ഇട്ട് ഇങ്ങനെ തിളപ്പിച്ച് അവർ വെന്ത് വരുമ്പോഴത്തെ ഒരു സമയമാവും. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. ഇവിടുത്തെ ഇപ്പോൾ ഇനി വരുന്ന T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്, 2027 50 ഓവർ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സീരീസ് ആയിട്ടുള്ള മാച്ചസും ടൂർണമെൻറ്റ്സും മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലേയേഴ്സിനെ ഇട്ട് തിളപ്പിക്കാനുള്ള സമയമല്ല. ഇപ്പോൾ പെർഫോം ചെയ്യുന്ന, നമുക്ക് റിസൾട്ട് തരാൻ പറ്റുന്ന ഷമിയെ പോലുള്ള, ഷമിയെ ടീമിൽ എടുക്കണമെന്നുള്ളതല്ല, ഷമി ഫിറ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഷമി ഫിറ്റാണോ ഇല്ലയെന്ന്? അവർ ഇതാക്കിയിട്ടില്ല. ഷമി പറയുന്നത് ഷമി ഫിറ്റാണെന്നാണ്. അപ്പോൾ ഷമി എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല, ഷമിക്ക് എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല പ്ലേയേഴ്സ്, രഹാനെ അടക്കമുള്ള പല പ്ലേയേഴ്സ് എല്ലാം നമ്മുടെ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇങ്ങനെ ആർക്കും ഒരു ഉത്തരവില്ലാതെയാണ്. അവർ ഫോമൗട്ടായോ, അവർ കളി നിർത്തിയോ ഒന്നുമില്ല. രഹാനെയൊക്കെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ട് അവിടെ പോയിട്ട് നല്ല റൺ അടിച്ചിട്ട് പിന്നെ 1-2 കളി കളിച്ചു, അവർ പിന്നെ കണ്ടിട്ടില്ല. രഹാനെ ഇനി കളിപ്പിക്കണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ പൂജാരയൊന്നും വിളിച്ച് കളിപ്പിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു ഉത്തരവല്ല. ഇപ്പോൾ ആക്റ്റീവായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് 2020 വേൾഡ് കപ്പ് വരുന്നു. അപ്പോൾ അതിലേക്ക് ഏറ്റവും നല്ല റിസോഴ്സ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഏതാണ്? ഫ്യൂച്ചറിലേക്കുള്ളത് ഇവിടെ. ഇനി 50 ഓവർ വേൾഡ് കപ്പ് വരുന്നത്, അവിടെ ഷമിക്ക് കളിക്കാൻ പറ്റുമോ? ഇല്ലാന്നുണ്ട് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളും ആവശ്യമില്ലാത്ത എന്താ പറയുക ഈ ഷഫ്ലിങ്ങും ഈ ബാറ്റിംഗ് ഓർഡറിൽ ഇങ്ങനെ കിടന്ന് 2020 പണി കിട്ടും. വൈറ്റ് ബോൾ ഡിസാസ്റ്ററും ഇന്ത്യ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കോച്ച് ഇന്നലെ ഒരു റിമാർക്ക് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര നല്ലൊരു വേർഡല്ല അയാൾ യൂസ് ചെയ്തതെന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും ഇന്ത്യ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കോച്ചിൽ നിന്ന് നിങ്ങൾ ഇഴഞ്ഞു വരിക എന്നുള്ള രീതിയിലുള്ളൊരു പദപ്രയോഗമാണ് അയാൾ നടത്തിയത്. ഇന്ത്യ കുറച്ച് കഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അത് അർഹിക്കുന്നു. കാരണം ഹോമിൽ, സ്വന്തം നാട്ടിൽ ഈ രീതിയിലുള്ള അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ടീമിനെ, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനെ കൊണ്ടെത്തിച്ചാണ്. അപ്പോൾ അത് കേൾക്കാൻ ഇന്ത്യ അർഹിക്കുന്നു. എന്തായാലും ഇനി 50 ഓവർ മാച്ചിലേക്കും 2020 വരുമ്പോഴത്തേക്ക് സൗത്ത് ആഫ്രിക്ക അത്ര ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ പോലെ അത്ര ഫോമിലൊന്നും അല്ല വൈറ്റ് ബോളിൽ. അവിടെയും പണി വാങ്ങിക്കാതെ സൂക്ഷിക്കുക. അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ടീം സെലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ബോളേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ സിറാജ് കളിക്കുന്നില്ല, ബൂമ്ര കളിക്കുന്നില്ല. അപ്പോഴെങ്കിലും ഷമിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കുമായിരുന്നു. ഷമി ഏറ്റവും അവസാനമായിട്ടുള്ള കളിച്ച മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടി തകർത്ത് പെർഫോം ചെയ്തൊരു ബോളറാണ്. അയാൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു അവസരം കൊടുത്തു നോക്കാൻ പറ്റുന്ന ഒരു സീരീസാണിത്. ഇനി 50 ഓവർ മാച്ച്, വേൾഡ് കപ്പ് ഒക്കെ വരുന്നത് ഇനി 1.5-2 വർഷത്തിന് അടുപ്പിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആലോചിച്ച് ഇപ്പോൾ ഷമിയെ ഒന്ന് കളിപ്പിച്ച ഒരു ഇതുപോലുള്ള സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള സീരീസിൽ ബൂമ്രയും സിറാജും കളിക്കാത്തപ്പോൾ ഷമിയെ കളിപ്പിച്ചെന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. അയാൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ വീണ്ടും കളിപ്പിക്കുക. അയാൾ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കളിപ്പിക്കണ്ട. അപ്പോൾ ഇനി വൈറ്റ് ബോളും കൂടെ ഉള്ള ഡിസാസ്റ്റർ ഇനി ബാക്കിയുള്ളൂ. 2020 അഭിഷേക് ശർമ്മയും അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഇങ്ങനെ മിന്നി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. അവരൊരു പക്ഷേ ഫോം ഔട്ട് ആവോ, അവരൊരു പക്ഷേ എന്തെങ്കിലും പരിക്കും പോലെ ഏതെങ്കിലും 1-2 പ്ലേയേഴ്സ് മാറുകയോ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ളൊരു ഡിസാസ്റ്റർ നമ്മൾ വൈറ്റ് ബോളിലും നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി ടെസ്റ്റ് ഈ അടുത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് വൈറ്റ് ബോൾ ടൂർണമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ പരാജയം നമ്മൾ മറക്കരുത്. പണ്ട് ന്യൂസിലൻഡുമായിട്ടുള്ള ഇത് മറന്നതുപോലെ. എൻ്റെ അഭിപ്രായത്തിൽ റെഡ് ബോളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോച്ചിനെ ചേഞ്ച് ചെയ്യണം. വൈറ്റ് ബോളിൽ ഇനിയും തീർച്ചയായിട്ടും ഗംഭീറിന് സമയം കൊടുക്കണം. കാരണം റിസൾട്ട് തന്നിട്ടുള്ള കോച്ച് തന്നെയാണ്. പക്ഷേ റെഡ് ബോളിൽ 0 റിസൾട്ടാണ്. ന്യൂസിലൻഡുമായിട്ട് പരാജയം, ഓസ്ട്രേലിയ പോയിട്ട് BGT പരാജയം, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പരാജയം. ആകെ ഉള്ളത് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒരു സമനിലയാക്കിയതും വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചതും ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതും മാത്രമാണ്. അതുകൊണ്ട് തന്നെ റെഡ് ബോളിൽ വേറെ കോച്ച് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി സമയമുണ്ട്. റെഡ് ബോളിൽ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയൊരു കോച്ചിനെയും ആ ഒരു പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. അങ്ങനെയുള്ള നല്ല ബുദ്ധി BCCക്ക് തോന്നട്ടെ. എന്തായാലും ഗംഭീറിൻ്റെ പത്രസമ്മേളനത്തെ പറ്റി ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം, പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്ക് കോമഡിയാണത്. സത്യം പറഞ്ഞാൽ മെഴുകൽ എന്ന് പറഞ്ഞാൽ അന്യായ മെഴുകലായിരുന്നു കേട്ടോ. മാച്ച് തോറ്റതോ ഒന്നുമല്ല. ഗംഭീറിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് ശരിക്കും ഇറിറ്റേഷൻ വന്നത്. നല്ല ചൊറിഞ്ഞു വന്നത്. ഇത്ര ഈഗോ ഉള്ളൊരു മനുഷ്യനാണെന്ന് ആ പത്രസമ്മേളനം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. എന്തായാലും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പരാജയമായി ഇന്ത്യയുടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.